അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് ഹോട്ടലിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഗ്രീൻ പീസ് കറി. അപ്പോൾ അതിനായിട്ട് ഇതാ ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം. കൂട്ടത്തിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മസാല പൗഡർ, 2 പച്ചമുളക് എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കീറിയിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 2-3 വിസിൽ അതൊന്ന് അടുപ്പിച്ചെടുത്തിട്ട് വരാം. കുക്കറിലെ വിസിലൊക്കെ പോയി തീർന്നതിന് ശേഷം എന്താ ഇതുപോലെ ഒരു പാൻ വെച്ചെടുക്കാം. അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാള അതാ ഇതുപോലെ സ്ലൈസാക്കി അരിഞ്ഞതാണ് കേട്ടോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ 2-3 കൊല്ലമുളകില്ലേ അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. കൂട്ടത്തിൽ ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി അത് അരിഞ്ഞതാണ് കേട്ടോ. അതുകൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനിയിപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നാലാണ് കേട്ടോ നമ്മുടെ ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കുക്കർ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ വെന്ത് ഒരുപാട് ഉടഞ്ഞല്ല, എന്നാലും ഏകദേശം കുറച്ച് കടിക്കാൻ പാകത്തിനൊക്കെ ആയിട്ടുള്ള ഗ്രീൻ പീസ് അതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിതാ ഈ മസാലയിലേക്ക് ഇതൊന്നും അങ്ങോട്ട് ഒഴിച്ചിട്ട് കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം ഒന്ന് പതുക്കെ തള വന്നതിന് ശേഷം എന്താ ഞാൻ നല്ല കട്ടിപ്പാലുണ്ടല്ലോ അതാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തെടുക്കുന്നത്. 1 പാൽ മാത്രമാണ് ഞാനിതിൽ ചേർത്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് ഈ ഗ്രീൻ പീസ് കറിക്ക്. അപ്പോൾ ഞാൻ നല്ല കട്ടിയിലുള്ള പാലാണ് ഇതിൽ ചേർത്തെടുക്കുന്നത്. അപ്പോൾ അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പുട്ടിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഗ്രീൻ പീസ് കറിക്ക്. അപ്പോൾ ഇതാ ഒന്ന് തിളച്ച് പതുക്കെ ഒരു തല വന്നാൽ മതി. തീ അങ്ങോട്ട് ഓഫാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ചാറിലും അല്ല, ഒരുപാട് തിക്കായിട്ടല്ല കേട്ടോ, ഒരു മീഡിയം സെമി ഗ്രേവി ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ കറി എടുത്തിരിക്കുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.